നിന്നൊരു 1 hour ട്രാവലുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആയിരുന്നു, അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സ്പാഷ്യൽ കോളേജ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അവർ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോയി. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ID കാർഡൊക്കെ ഒരു ചപ്പ ഫോട്ടോ ID കാർഡൊക്കെ കിട്ടി തന്നു. ഇനി എങ്ങോട്ടോ പോവാണ്, അറിയത്തില്ല എവിടെയാണോ എന്തോ, എനിക്കൊന്നും കണ്ടുകൂടാ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലും കുറച്ച് പേരുണ്ട്, എല്ലാം മുട പിടിച്ച പിള്ളേരാണ്. 1-2 പേര് പാവുള്ളൂ. ഓക്കെ, ഇനി എങ്ങോട്ടാണോ എന്തോ. പിന്നെ അവിടെ നിന്ന് നേരെ ക്ലാസ് റൂമിലേക്കായിരുന്നു പോയത്. നമുക്ക് 2 മണിക്കൂർ ലെക്ചർ ഉണ്ടായിരുന്നു. അക്വാ കൾച്ചറിൻ്റെ ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ ഇതൊരു 2 weeks ഉണ്ട് നമുക്ക്. 2 weeks ആകുമ്പോൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. മൺഡേ ഐ ഹാവ് നത്തിങ് ടു ഡു. പിന്നെ ശനി ഞായർ ഒന്നുമില്ല. അടുത്ത മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഫീൽഡ് വിസിറ്റ്, പ്രാക്ടിക്കൽ ലാബ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ ക്യാമ്പസ് ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോയി. അവിടുത്തെ ലൈബ്രറിയും ക്യാമ്പസും എല്ലാം കാണിച്ചു തന്നു. പിന്നെ ഓരോരോ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കുറേ മീനുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ബ്രീഡ് ചെയ്യുന്നതും അക്വാ കൾച്ചർ ചെയ്യുന്നതും അതൊക്കെ കാണിച്ചു തന്നു. പക്ഷെ അകത്തോട്ട് പിന്നീട് ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്തെന്തോ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ ഏതോ കാടും മലയൊക്കെ കയറി പോവുകയാണ്. എന്തോ ഒരു ലേക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നമ്മൾ ഏതോ ഒരു ഇടവഴി കൂടെ കയറി പോകണം. ഞങ്ങൾ മൊത്തത്തിൽ ഒരു 10 പേരെന്തോ ഉള്ളൂ. ഇതൊരു ഓപ്ഷണൽ മൊഡ്യൂളാണ്. അങ്ങനെ 10 പേരാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞങ്ങളും ഉണ്ട്. എന്തിനെടുത്താ എന്തോ ഫണ്ണാണ്. പക്ഷെ കൊള്ളാം, എത്താറായി. ചുമ്മാ കുതിര. പിന്നെന്താ, പിന്നെ ഇങ്ങനെ നടന്ന് ലേക്കിൻ്റെ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അവർ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ യാത്രാ